ഇതാണ് പട്ടാളക്കാർ നിർമ്മിച്ച ബെയ്ലി പാലം. ഈ കാഴ്ച കണ്ടാൽ ആരുടെ മനസ്സും ഒന്ന് ഉലഞ്ഞു പോകും. അധിക കടകളും ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. ഈ ചുരമല അങ്ങാടി വരെ KSRTC ബസ്സുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന സ്ഥലമാണ് മുണ്ടക്കൈ. അവിടെയാണ് ഉരുൾ പൊട്ടിയത്. അതിനോട് ചേർന്നൊരു പള്ളിയും കാണാം. ചൂരമല അങ്ങാടിയിൽ നിന്നും ഇവിടേക്ക് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഒഴുകി വന്ന വെള്ളം ഈ വീടുകളൊക്കെ നാശാവശേഷമാക്കി കളഞ്ഞു. ചൂരന്മല അങ്ങാടിയോട് ചേർന്ന് തന്നെയാണ് ഈ ബെയ്ലി പാലം. ഇതിന്റെ അക്കരയ്ക്ക് നമുക്ക് പ്രവേശനമില്ല. അവിടെയുള്ള താമസക്കാർക്കും ജോലിക്കാർക്കും മാത്രമേ ഈ പാലം കടന്ന് അക്കരെ കടക്കാൻ അനുവാദമുള്ളൂ. ഈ പാലത്തിന്റെ അടുത്തു തന്നെയാണ് വെള്ളാർമല സ്കൂൾ. ഇപ്പോൾ നമുക്കും ഈ ഭാഗത്തെ സ്കൂളുകളും മറ്റും പോയി കണ്ടുവരാം. ഒന്നും അറിയുന്നില്ല. അങ്ങനെയാണ് നമ്മൾ. ഓരോ ദിവസവും നമുക്ക് തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ നമുക്ക് ഒരു 10 മിനിറ്റ് പോലും ചെന്നിരിക്കാൻ നേരം കിട്ടാറില്ല. എന്തിനേറെ നമ്മുടെ കൂടപ്പിറപ്പുകൾ ആശുപത്രിയിലായാൽ അവിടെ ചെന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല. എന്നാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ അവിടെ ചെന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് നേരിൽ കാണണം. ഇത് കാണുമ്പോൾ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. എന്തിനേറെ ദൈവത്തെ പോലും നമ്മൾ വിളിച്ചു പോകും. ഈ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 6 മാസം തികഞ്ഞു. അവഗണനയുടെയും അനാസ്ഥയുടെയും നേർ കാഴ്ചയാണ് ദുരന്ത മുഖത്തും ദുരന്ത ബാധിതരിലും കാണുന്നത്. പേർ മരണപ്പെടുകയും 1000-ലേറെ വീടുകൾ തകരുകയും ചെയ്ത ഇവിടം സർക്കാർ വളരെയേറെ മന്ദഗതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെട്ടവർക്ക് തല ചായ്ക്കാൻ ഇതുവരെ സ്ഥലം പോലും അവർ കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഭാഗത്തൊന്നും ഇനി വീടുണ്ടാക്കാൻ സാധിക്കുകയില്ല. ദൂരെ ആ കാണുന്ന സ്ഥലമാണ് മുണ്ടക്കായ്. ആ ഭാഗത്തെ പ്രദേശങ്ങളിൽ ധാരാളം ആൾക്കാർ തിങ്ങി താമസിച്ചിരുന്നു. 100-ഓളം വീടുകളാണ് ആ ഭാഗത്തു നിന്നായി നശിച്ചു പോയത്. സർക്കാർ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ടൗൺഷിപ്പ് ഉണ്ടാകട്ടെ. അങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ അവർക്ക് ജീവിക്കാൻ കഴിയട്ടെ. ആദ്യം ചൂരന്മല അങ്ങാടി വരെ സന്ദർശകർക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ചൂരന്മല അങ്ങാടിയിലെ ഈ പള്ളിയോട് ചേർന്നുള്ള വഴിയിലൂടെ നമുക്ക് അല്പ ദൂരം മുന്നോട്ട് പോയി ഒരുപാട് കാഴ്ചകൾ കാണാം. കൽപ്പറ്റ അങ്ങാടിയിൽ നിന്നും ഇവിടേക്ക് ബസ്സും അതുപോലെ മേപ്പാടിയിൽ നിന്നും ഇവിടേക്ക് ജീപ്പ് സർവീസും ഉണ്ട്. ബസ് സർവീസ് രാവിലെ 6 മണിക്ക് തുടങ്ങും. പിന്നീട് ഇടവിട്ട സമയങ്ങളിൽ ചൂരന്മലയിലേക്ക് ബസ് പുറപ്പെട്ടുകൊണ്ടിരിക്കും. 33 രൂപയാണ് ബസ് ടിക്കറ്റ്.
മനോഹരമായ സുന്ദരമായ ഒരു നാടാണ് വയനാട്. എന്നാൽ അനിയന്ത്രിതമായ പല വികസനങ്ങളും പ്രകൃതിക്ക് ദോഷമായി മാറുകയാണ് പതിവ്. അങ്ങോട്ടുള്ള യാത്ര സുന്ദരമാണെങ്കിലും ചൂരൽമലയിലേക്കുള്ള യാത്ര വളരെ പ്രയാസകരമാണ്. അവിടെ റോഡ് പണികളും മറ്റും നടക്കുന്നതിനാൽ. അതിനാൽ തന്നെ അങ്ങോട്ടുള്ള യാത്ര പോകുമ്പോൾ അല്പം നേരത്തെ പോവുക. മാത്രമല്ല അവിടെ ഭക്ഷണങ്ങളും വെള്ളവും എല്ലാം കിട്ടും. ചാനലൊന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ എന്നെ കൂട്ടാക്കാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ചിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ചാനലൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്.